അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്ത് യൂനുസിലെ 46-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِلَيْنَا مَرْجِعُهُمْ ثُمَّ اللَّهُ شَهِيدٌ عَلَى مَا يَفْعَلُونَ. وَإِمَّا ഒന്നുകിൽ നുരിയന്നക നാം താങ്കളെ കാണിച്ചേക്കും ബഅലല്ലദീ നഇദുഹും നാം അവരെ താക്കീത് ചെയ്യുന്ന ചിലത്, ബഅൽ ചിലത്, അല്ലദീ നഇദുഹും നാം അവരെ താക്കീത് ചെയ്യുന്ന, ഔ അല്ലെങ്കിൽ നതവഫയന്നക അതിനു മുമ്പ് താങ്കളുടെ ജീവിതം പൂർണ്ണമാക്കിയേക്കാം അഥവാ താങ്കളെ മരിപ്പിക്കാം. ഫഇലൈനാ മർജിഉഹും എന്നിട്ട് അവരുടെ മടക്കം നമ്മിലേക്കു തന്നെയാകുന്നു. ഫഇലൈന എന്നിട്ട് നമ്മിലേക്കു തന്നെയാകുന്നു മർജിഉഹും അവരുടെ മടക്കം. സുമ്മ പിന്നീട് അല്ലാഹു ഷഹീദുൻ അല്ലാഹു സാക്ഷിയാകുന്നു അലാ മാ യഫ്അലൂൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മേൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇമ്മാ നുരിയന്നക ബഅലല്ലദീ നഇദുഹും നാം അവരെ താക്കീത് ചെയ്യുന്ന ചിലത് താങ്കളെ നാം കാണിച്ചേക്കും അഥവാ താങ്കളുടെ ജീവിതകാലത്തു തന്നെ അവരോട് താക്കീത് ചെയ്തിട്ടുള്ള അവരുടെ ശിക്ഷ താങ്കൾ കണ്ടേക്കും. ഔ നതവഫയന്നക അതല്ലെങ്കിൽ അതിനു മുമ്പേ താങ്കളുടെ ജീവിതം നാം പൂർത്തിയാക്കിയേക്കാം അഥവാ താങ്കളെ നാം മരിപ്പിച്ചേക്കാം. ഫഇലൈനാ മർജിഉഹും എങ്ങനെയായിരുന്നാലും നമ്മിലേക്കാണ് അവരുടെ മടക്കം. സുമ്മല്ലാഹു പിന്നെ അല്ലാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, സുമ്മല്ലാഹു ഷഹീദുൻ അലാ മാ യഫ്അലൂൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സാക്ഷിയാകുന്നു. വാക്കർത്ഥങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അറാന്നുണ്ടായിരുന്നുണ്ട്, അതാണ് യുരി. റആറിനെ കണ്ടു എന്ന, ഇറാറിനെ കാണുന്നു എന്ന, അറാറിനെ കാണിച്ചു കൊടുക്കുക, യുരി കാണിച്ചു കൊടുക്കുന്നു. അത് നുരീന്നാകുമ്പോൾ നാം കാണിച്ചു കൊടുക്കുന്നു. തീർച്ചയായും താങ്കൾക്ക്, തീർച്ചയായും നാം താങ്കൾക്ക് കാണിച്ചു തന്നേക്കാം എന്നാണ് ഇമ്മാന്ന് വരുമ്പോൾ. ബഅലല്ലദീന നഇദുഹും നാം അവരെ താക്കീത് ചെയ്തിട്ടുള്ള ചില സംഗതികൾ. എന്താണ് അവരെ താക്കീത് ചെയ്തിട്ടുള്ളത്? അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ശത്രുക്കളായി മാറുകയോ ചെയ്താൽ അള്ളാഹു ഒരു പക്ഷേ അവരെ ദുനിയാവിൽ വെച്ച് തന്നെ, ഇഹലോകത്ത് വെച്ചിട്ട് തന്നെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ പ്രവാചകൻ ജീവിച്ചിരുന്നു കൊള്ളണമെന്നില്ല. പ്രവാചകൻ അത് കാണാൻ ഇടവരാതെ അദ്ദേഹം മരണപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ അക്രമം, അന്യായം അതിൻ്റെ ഏറ്റവും ഉച്ചിയിലെത്തുമ്പോൾ അല്ലാഹു തആല അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോഴും അവർ പറയുന്നത് എന്നാ, ഈ പ്രവാചകൻ മരിച്ചു പോയാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണില്ലല്ലോ. കാരണം പ്രവാചകനുള്ളതുകൊണ്ടാണല്ലോ ഇസ്ലാം ഇങ്ങനെ പ്രബോധനം ചെയ്യുന്നതും അത് പ്രചരിക്കുന്നതും ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ട കാര്യമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രവാചകൻ്റെ ജീവിതകാലത്ത് പുലരുമെന്ന് സൂചിപ്പിക്കപ്പെട്ട ശിക്ഷകൾ അത് പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ നേരിടേണ്ടി വന്ന യുദ്ധങ്ങളിൽ ആ നിഷേധികളുടെ അനുഭവം, ബദർ യുദ്ധം മുതൽക്ക് ഹുനൈൻ യുദ്ധം വരെ, അതുവരെയുള്ള ഉഹദ് ഒഴിച്ച് എല്ലാ യുദ്ധങ്ങളിലും അവർക്ക് പരാജയമായിരുന്നു ഫലം. അതുമാത്രമല്ല, മക്കയിൽ അവർ പ്രവാചകനെ നിന്ദിക്കുന്നതിലും നിസ്സാരനാക്കുന്നതിലും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിലും വല്ലാതെ കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ അല്ലാഹു തആല അവരെ കടുത്ത വരൾച്ച കൊണ്ട്, ക്ഷാമം കൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു വല്ലാതെ പ്രയാസപ്പെട്ടു പോയൊരു സന്ദർഭമായിരുന്നു. അവസാനം പ്രവാചകൻ്റെ അടുക്കൽ തന്നെ അവർ വരികയും പ്രവാചകനോട് ഈ ദുരന്തത്തിൽ നിന്ന്, ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത സന്ദർഭമുണ്ടായിട്ടുണ്ട്.
ഇതേ കാര്യം സൂറത്തു റാഇദിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ട്, വ ഇമ്മാ നുരിയന്നക ബഅദല്ലദീന അഇദുഹും, നാം അവരെ താക്കീത് ചെയ്യുന്ന ചില ശിക്ഷകൾ താങ്കൾ കണ്ടേക്കും, താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കും. ഔ നതവഫയന്നക, അതല്ലെങ്കിൽ അതിനു മുമ്പ് നാം താങ്കളുടെ ജീവിതം പൂർത്തിയാക്കിയേക്കും. എങ്ങനെ വന്നിരുന്നാലും ഫൈന്നമാ അലൈക്കൽ ബലാഗു, താങ്കളുടെ ബാധ്യത അവർക്ക് സന്ദേശം ദൗത്യം എത്തിച്ചു കൊടുക്കലാണ്. വഅലൈനൽ ഹിസാബ്, വിചാരണ കണക്ക് നോട്ടം, അത് നമ്മുടെ ചുമതലയാണ്. ഇപ്പം പലതരത്തിൽ അള്ളാഹുവിൻ്റെ ഈ അറിയിപ്പ് അവരിൽ പ്രായോഗികമായിട്ടുണ്ട്. യുദ്ധത്തിൽ അവരുടെ പരാജയങ്ങൾ തന്നെയാണ്. അതിൽ അവരുടെ പല നേതാക്കന്മാരും വധിക്കപ്പെട്ടു. അബൂജഹൽ വധിക്കപ്പെട്ടു. ഒരുപാട് ഖുറൈശി പ്രമാണിമാർ വധിക്കപ്പെട്ട യുദ്ധമാണ് ബദർ യുദ്ധം. പിന്നെ അവരിൽ തലവന്മാരായിരുന്നവർ പിൽക്കാലത്ത് പ്രവാചകൻ്റെ അനുയായികളായി മാറിയ, അതവർക്കൊരു പരാജയമല്ലേ. അതുവരെ കൊടി പിടിച്ച് നടന്നിരുന്ന നേതാക്കന്മാർ, മുമ്പിൽ നടന്നിരുന്നവർ, പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് കാതോർത്തു നിൽക്കുന്ന, അതും ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ തന്നെയാണല്ലോ നേതാക്കന്മാരെ മറുകണ്ടത്ത്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പോലെയല്ല. ഇത് റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച, അവസരം കിട്ടിയാൽ റസൂലിനെ കൊല്ലാൻ നടന്നിരുന്ന ആൾക്കാർ പിന്നീട് റസൂലിൻ്റെ അനുയായികളായി മാറുക. ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഹിന്ദ് റളിയല്ലാഹു അൻഹ, വഹ്ശി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഇതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, വ ഇമ്മാ നുരിയന്നക, നാം താങ്കൾക്ക് കാണിച്ചു തന്നേക്കും, ബഅദല്ലദീന അഇദുഹും, നാം അവരെ താക്കീത് ചെയ്യുന്ന ചിലതൊക്കെയും. ബഅദ് പറഞ്ഞാൽ ചിലത് നെല്ലൊന്നും കാണില്ല, അതിൽ യുദ്ധപരാജയങ്ങളുണ്ട്. വരൾച്ചയാൽ അവർ ശവം തിന്നേണ്ടി വരും, ചത്ത് കിടക്കുന്ന ജീവികൾ വരെ എടുത്ത് തിന്നേണ്ട ഗതികേട് അറബികൾക്കുണ്ടായിട്ടുണ്ട്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടി വന്നു അവർക്ക് വേണ്ടിയിട്ട്, അവരാവശ്യപ്പെട്ടിട്ട്. എന്നിട്ടാണ് ആ ദുരിതത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. നേതാക്കന്മാർ ഒരുപാട് വധിക്കപ്പെട്ടു. അതാണ് ഇമ്മാ നുരിയന്നക ബഅദല്ലദീന അഇദുഹും, നാം അവരെ ഭീഷണിപ്പെടുത്തിയ ചിലത്, താക്കീത് ചെയ്തിരുന്ന ചിലത് താങ്കൾ തന്നെ താങ്കളെ നാം കാണിച്ചു തന്നേക്കും. ഔ നതവഫയന്നക, അല്ലെങ്കിൽ താങ്കൾ അതിൻ്റെ മുമ്പ് വെച്ചേക്കും, താങ്കൾക്ക് കാണാൻ അവസരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അങ്ങനെയും സംഭവിക്കാം. ഫഇലൈന മർജിഉഹും, എങ്ങനെ വന്നായിരുന്നാലും അവർ നമ്മളെ അടുക്കൽ മടങ്ങി വരും. അഥവാ അതൊരു ഭീഷണിയാണ്, മടങ്ങി വന്ന് ബാക്കി കാര്യം നമ്മൾ അവിടുന്ന് നോക്കിക്കോളാമെന്ന്. സുമ്മല്ലാഹു ഷഹീദുൻ അലാ മാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു തന്നെയാണ് സാക്ഷിയായിട്ടുള്ളത്. അല്ലാഹുത്തആല ഇന്നല്ലാഹ അലീമു ബിമാ യഫ്അലൂ എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. അവർ ചെയ്യുന്നതൊക്കെ അള്ളാഹ് അറിയും എന്നുള്ളതിൻ്റെ വേറൊരു ഭാഷ്യമാണ് സുമ്മല്ലാഹു ഷഹീദുൻ അലാ മാ യഫ്അലൂൻ എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇമ്മ, ഒന്നുകിൽ നുരിയന്നക, നാം താങ്കൾക്ക് കാണിച്ചു തന്നേക്കും, ബഅദല്ലദീന അഇദുഹു, നാം അവരെ താക്കീത് ചെയ്ത ചില കാര്യങ്ങൾ, അഥവാ ചില ശിക്ഷകൾ താങ്കളുടെ ജീവിതകാലത്ത് താങ്കൾ കണ്ടേക്കും, താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കും. അത് പ്രവാചകൻ കണ്ടിട്ടുണ്ട്. അവർ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതാണ് യുദ്ധത്തിലുണ്ടായതും വരൾച്ച കൊണ്ടും കാഠിന്യം കൊണ്ടുമൊക്കെ ഉണ്ടായത്. ഔ നതവഫയന്നക, അല്ലെങ്കിൽ താങ്കളുടെ ജീവിതം അതിൻ്റെ മുമ്പ് പൂർത്തിയാക്കിയേക്കും. തവഫാന പൂർത്തിയായിന, വഫ ഔഫുൽ കൈലാന പൂർത്തിയാക്കി കൊടുക്കുക എന്നല്ല, വഫാന പൂർത്തിയാക്കിയെന്നും തവഫാന പൂർത്തിയാക്കി എടുത്തു. നതവഫയന്നക, അല്ലെങ്കിൽ നാം താങ്കളെ തീർച്ചയായും ജീവിതം പൂർത്തിയാക്കി തിരിച്ചു വിളിച്ചേക്കും എന്നതിനർത്ഥം. ഫഇലൈന മർജിഉഹും, എന്നിട്ട് അവരൊക്കെയും മടങ്ങി വരിക നമ്മളടുക്കലേക്കാണ്. ആ മടങ്ങി വരുന്നുള്ളതൊരു ഭീഷണിയാണല്ലോ. ഇവിടെ വരും നിങ്ങളൊക്കെ എന്ന് നമ്മൾ സാധാരണ പറയാറില്ല. കുട്ടികളുടെയൊക്കെ ചിലപ്പോൾ പണ്ടത്തന്മാരൊക്കെ പറയാറുണ്ടായിരുന്നു, അജ് എൻ്റെ അടുക്ക് തന്നെ വരും വൈകുന്നേരം ആകുമ്പോൾ, ഇപ്പം ഓടി എനിക്ക് പിടിക്കാൻ കിട്ടൂല. ശരി, അതൊക്കെ ഉമ്മാർ സ്നേഹത്തോടു കൂടി കുട്ടികളെ ശാസിക്കുന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സ്നേഹമുള്ളവനാണെങ്കിലും അവൻ്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അക്രമികളായി മരിച്ചു പോയാൽ അവരെ അതികഠിനമായി ശിക്ഷിക്കുമെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫഇലൈന മർജിഉഹും, അവരുടെ മടക്കം. മടക്കസ്ഥാനം, റജഅ മടങ്ങി, മടക്കസ്ഥാനം. മടക്കം എന്നുള്ളതിന് റുജൂ എന്നാണ്. മർജിഉഹും, അവരുടെ മടക്കസ്ഥാനം നമ്മിലേക്കാണെന്ന് പറഞ്ഞാൽ മടങ്ങി വന്ന് സങ്കേതം, കേന്ദ്രം, അവസാനം അവരുടെ യാത്ര അവസാനിക്കുക ഇവിടെ ആയിരിക്കും.
സുമ്മല്ലാഹു ഷഹീദുൻ അലാമ യഫ്അലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷിയായിട്ടുണ്ടാകും. അള്ളാഹുവിനെ അറിയാം, ആരും ബോധ്യപ്പെടുത്തേണ്ട എന്തൊക്കെയാണ് അവരുടെ ഇടപാടും നിലപാടുമൊക്കെ. അതറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രക്ഷാശിക്ഷകൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നാഥ, നിൻ്റെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب